നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞാലും ഈ വി ഡി സതീശനൊക്കെ പ്രകോപിതനായിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സോണിയാഗാന്ധി അപമാനിക്കാൻ ശ്രമിക്കുന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ കച്ചവടക്കാരൻ ഗോവർദ്ധനും സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറിയത് എന്നതിന് മാത്രം ആർക്കും ഉത്തരമില്ല. ആരാണ് അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്? ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെ കയറ്റിയത്? ആർക്കും അറിയില്ല. അടൂർ പ്രകാശാണോ കയറ്റിയത്? വ്യക്തമായ ഉത്തരം പറയുന്നില്ല. അപ്പോൾ ഇപ്പൊ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിലൊക്കെ അടൂർ പ്രകാശ് കാണിച്ചിട്ടുള്ള ഒരു ഒളിച്ചുകളി ഉണ്ടല്ലോ, അത് ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ SITക്ക് മുമ്പിലേക്ക് എത്തുന്നു. SITക്ക് മുമ്പിലേക്ക് ഇന്ന് അടൂർ പ്രകാശ് പറയുന്നത് എന്താണെന്നറിയാം? അവർ നോട്ടീസൊന്നും തന്നില്ല, അവരിങ്ങനെ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അറിയണം, വരാൻ പറ്റുമെന്ന്. അപ്പോൾ അടൂർ പ്രകാശ് അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചു എന്നാണ്. ഔദ്യോഗിക കാറിലല്ല ഇന്ന് അടൂർ പ്രകാശ് പോയത്, ഒരു സ്വകാര്യ കാറിലാണ് പോകുന്നത്. അപ്പോൾ വളരെ രഹസ്യമായിട്ടായിരുന്നു അടൂർ പ്രകാശ് പോയത്. പക്ഷേ ആ വിവരം മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടി. പക്ഷേ ഈ ചോദ്യം ചെയ്യലിന് ശേഷം തിരിച്ചു വന്നപ്പോൾ എന്തായിരുന്നു ചോദ്യം ചെയ്യൽ എന്ന് ചോദിച്ചപ്പോൾ അടൂർ പ്രകാശ് ക്ഷുഭിതനാവുകയാണ്. മാധ്യമപ്രവർത്തകർ ചീത്ത വിളിക്കുകയാണ്, മാധ്യമ സ്ഥാപനത്തിനെതിരെ ചീത്ത വിളിക്കുകയാണ്. എന്തിനാണ് പോയത്? അപ്പോൾ അത്രയ്ക്ക് അസ്വസ്ഥനാണ് അദ്ദേഹം. അത് നമ്മൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം. അദ്ദേഹം അസ്വസ്ഥനാണ്, അടൂർ പ്രകാശ് അസ്വസ്ഥനാണ്. അപ്പം സ്വാഭാവികമായും ഈ വിഷയത്തിൽ UDFും പ്രതിരോധത്തിലാകുകയാണ്. ഇപ്പോൾ സ്മൃതി പറഞ്ഞ പോലെ തന്നെ UDFിന്റെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള യാത്രയൊക്കെ തുടങ്ങുമ്പോഴാണ് കോൺഗ്രസിന്റെ UDF കൺവീനർ തന്നെ SITക്ക് മുമ്പിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ നല്ല അടുത്ത ബന്ധമുണ്ട്.